യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. ലോകത്തിനിമ്പത്തെ തേടുവോ ശോകത്താൽ നിറയുവേ, യേശുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. എൻ്റെ പേര് സജി ജോൺ എന്നാണ്. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിന്റെ ഈ ആനുവൽ മീറ്റിംഗിൽ ഞാനൊരു അതിഥിയായി എത്തിയതാണ് ഹ്യൂസ്റ്റണിൽ. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ്. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെ ഇംഗ്ലീഷ് എഡിഷൻ ഇന്ന് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാനായിട്ട് ഇടയായി. എനിക്ക് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പാടിയ പാട്ടിനെ കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തിൽ സമാധാനമില്ലാതെ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിൽ അലഞ്ഞു നടന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരാനായിട്ട് ഇടവന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് പാട്ടിലൂടെ ഞാൻ പറഞ്ഞത്. പ്രസിദ്ധനായ കവി ജോർജ് പീറ്റർ എഴുതിയ പാട്ടാണ് യേശു സന്നിധാനം എന്തോ ഒരു സമാധാനം. ലോകത്തിലെ അഴലുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുന്ന അനുഗ്രഹീതനായിട്ടുള്ള കർത്താവാണ് എൻ്റെ കർത്താവ് എന്ന് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും. ലിറ്ററേച്ചർ മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ഈ ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന് 5000 കോപ്പികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ധാരാളം ആളുകൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പത്രമാണ്. ബ്രദറൻ വാർത്താപത്രം എന്ന നിലയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. എങ്കിലും വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വളരെ ഘനതരമായ ലേഖനങ്ങൾ അടങ്ങുന്ന ഒരു പത്രമാണിത്. എല്ലാ മാസവും ഇത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. 10,000-ഓളം ആളുകൾ ഇതിന്റെ വരിക്കാരായി യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ക്രൈസ്തവ കൈരളി വളരെ ആവേശത്തോടെ ഉൾക്കൊള്ളുന്ന ഒരു പത്രം എന്നുള്ള നിലയിൽ ആ പത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും പ്രസിദ്ധീകരിക്കാനായിട്ടിടയായതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിന്റെ ഈ പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് കടന്നു വന്ന് ഈ അനുഗ്രഹീതമായിട്ടുള്ള കാര്യം നിർവഹിക്കാൻ ഇടവന്നതിൽ അതിന്റെ ഭാരവാഹികളോടുള്ള എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ ലോകം വളരെ അസമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. യാതൊരു സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷമാണ്. ലോകത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ അമരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഹൃദയങ്ങളെ നിലനിർത്തുന്നതിനും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനും സമാധാനകാംക്ഷികളായിട്ട് ജീവിക്കുന്നതിനും അവനെ ഉതകുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള ഈ പത്രം, ആ പത്രത്തിന് വരിക്കാരായിട്ട് ഈ അമേരിക്കയിലുള്ള പ്രവാസി മലയാളികളും തീരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ആമേൻ. ഞാൻ അമേരിക്കയിൽ മെയ് 30 വന്നത്. സൗത്ത് വെസ്റ്റ് കോൺഫറൻസിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. ചിക്കാഗോയിലും ഹ്യൂസ്റ്റണിലും പരിപാടികൾക്ക് ശേഷം ഞാൻ ബുധനാഴ്ച ന്യൂജേഴ്സിയിലേക്കും അവിടുന്ന് ന്യൂയോർക്കിലേക്കും അറ്റ്ലാന്റയിലേക്കും ഫിലദൽഫിയയിലേക്കും യാത്ര ചെയ്യുകയാണ്. ഓഗസ്റ്റ് മാസം ആദ്യവാരം വീണ്ടും ഡാളസിലേക്ക് തിരിച്ചു വന്ന് ഓഗസ്റ്റ് 18 ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യാത്രകളിലെല്ലാം ധാരാളം പ്രവാസി അമേരിക്കൻ മലയാളികളെയും വിശ്വാസികളെയും കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാത്രകളിൽ ക്ഷേമം ലഭിക്കണം, നിങ്ങളെ കാണണം. നിങ്ങളുടെ സന്തോഷം കാണുന്നത് എനിക്കും വലിയ സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരോടുമുള്ള
വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാക്സിമം റിലീസിന് മുമ്പ് ഒരു കാര്യം ഈ നടന്ന പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ യുഎസിലേക്ക് വരുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് ജോർജ് പീറ്ററിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ക്രിസ്തീയ ദർശനം മാഗസിൻ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാം. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ ജോർജ് പീറ്റർ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോർജ് പീറ്ററിന് വിദ്യാഭ്യാസ യോഗ്യത 2ാം ക്ലാസ്സാണ്. തൻ്റെ ജോലി തയ്യലായിരുന്നു. തയ്യൽക്കാരനായ ജോർജ് പീറ്റർ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച ഗാനങ്ങൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അനന്തമായ ആശ്വാസം ജനിപ്പിക്കുന്ന ഗാനങ്ങളാണ്. ജോർജ് പീറ്റർ അന്ന് താൻ ആദ്യം ഒരു പാട്ട് എഴുതി. ആ പാട്ടിന്റെ വരികളുമായി താൻ വയനാട്ടിലുള്ള പ്രസിദ്ധനായ ഒരു സുവിശേഷകനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കടലാസ് കൊടുത്തു. അദ്ദേഹം ആ പാട്ട് 4 പ്രാവശ്യം വായിച്ചിട്ട് ജോർജ് പീറ്ററിനെ അടുത്ത് വിളിച്ച്, ചെറുപ്പക്കാരനായ ജോർജ് പീറ്ററിനെ അടുത്ത് വിളിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജോർജ് പീറ്റി, നമ്മള് കർത്താവിന്റെ വരവ് വരെ പാടാൻ ആവശ്യമായിട്ടുള്ള പാട്ട് സൈമൺ സാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ജോർജ് പീറ്ററുടെ ഈ പാട്ടിന്റെ ആവശ്യമില്ല. താൻ അവസാനം പറഞ്ഞ വാക്കുകൾ എന്റെ ഫോണിലുണ്ട്, എന്റെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. താൻ വളരെ നിരാശനാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് താൻ അവിടെ പോരുന്നത്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീനങ്ങാടിയിൽ ചെറിയാൻ സാറിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. താൻ ചെറിയാൻ സാറിനെ കാണാനായിട്ട് ആവേശത്തോടെ അവിടെ ചെല്ലുകയാണ്. ഈ കടലാസുമായി ചെറിയാൻ സാറിന്റെ അടുത്ത് നിന്നിട്ട് ചെറിയാൻ സാറിന്റെ കയ്യിൽ കടലാസ് കൊടുത്തു. ചെറിയാൻ സാറ് ആ പാട്ട് വായിച്ചിട്ട് ജോർജ് പീറ്ററെ അടുത്ത് വിളിച്ചു, ജോർജ് പീറ്റി, ഞാൻ ഈ പാട്ട് സുവിശേഷൻ മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ജോർജ് പീറ്റർ പറഞ്ഞ വാക്ക് നോബൽ സമ്മാനം കിട്ടിയ സന്തോഷത്തോടെ ഞാൻ അവിടെ മടങ്ങി. ആ ജോർജ് പീറ്ററാണ് പിന്നീട് എഴുതിയത് യേശു സന്നിധാനം എന്നൊരു സമാധാനം. ആ പാട്ട് പല സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. 15ഓളം പാട്ടുകൾ ഞാനും എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ എഴുതിയൊരു പാട്ട് ഹൃദയം കേഴുമ്പോൾ എന്നൊരു പാട്ടാണ്. ആ പാട്ട് നമ്മുടെ ഇടയിലെ പല പ്രമുഖരെയും ഇതുപോലെ കാണിച്ചപ്പോൾ സൈമൺ സാറ് പാട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ പാട്ട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ആ പാട്ടുമായി പാട്ടുകാരനായ മാത്യു ജോൺ KP യോഹന്നാനെ കാണാനായിട്ട് പോയി. KP യോഹന്നാൻ ആ പാട്ട് വായിച്ചിട്ട് ഈ പാട്ട് എഴുതിയ ആളിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. മാത്യു എന്നെ കൂട്ടി അവിടെ പോയി. ആത്മീയാത്രയുടെ ആൽബത്തിൽ ആ പാട്ട് ഇപ്പോഴുമുണ്ട്. ഹൃദയം കേഴുമ്പോൾ മാത്യു ജോൺ എഴുതിയ പാട്ട്. ഞാൻ പറഞ്ഞത് പാട്ട് എഴുതുന്നതിന് പ്രോത്സാഹനം, പാട്ട് എഴുതുന്നതിന് മാത്രമല്ല, ആത്മീയ ജീവിതത്തിനും ഭൗമികമായിട്ടുള്ള ജീവിതത്തിനും പ്രോത്സാഹനം ആവശ്യമാണ്. അത്തരം പ്രോത്സാഹനം കൊടുക്കാനായിട്ട് ഈ ബൈബിൾ ലിറ്ററേച്ചർ ഫോറം നടത്തുന്ന ഈ ശ്രമത്തെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഒരു പാട്ടുകാരനും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ പാട്ടുകാരൻ്റെ പേര് PT കുര്യൻ എന്നാണ്. PT കുര്യൻ എന്ന പാട്ടുകാരൻ നിങ്ങൾക്കറിയാമോ, യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട
പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു. ആ ദൈവദാസൻ നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ വേലക്കായിട്ട് പോയി. അവിടെ വെച്ച് മാരകമായിട്ടുള്ള രോഗം തന്നെ പിടിച്ചു. ആ സന്ദർഭത്തിൽ തൻ്റെ ജീവിതം നിരാശയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ താൻ എഴുതിയൊരു പാട്ടാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ആത്മീയ ഗീതങ്ങളിൽ 1148 പാട്ട്, ശ്രീയേശുനാഥ സ്വർഗീയ രാജ നിൻ കൃപ ഞങ്ങൾക്ക് മതിയാം എന്ന പാട്ട്. പെറ്റിക്കുര്യൻ കിടക്കയിൽ വെണ്ണിക്കുളത്ത് കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിൽ പോയപ്പോൾ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ആ പാട്ടിൽ ഇങ്ങനെയൊരു സ്റ്റാൻസ് എഴുതി: അലറുന്ന ആടിയിൽ അടിയില്ലാ തോണിയിൽ ചുക്കാൻ പിടിക്കുന്നോൻ അഖിലാണ്ടനാഥൻ, കടലിനെ നിർമ്മിച്ചോൻ തോണിയെ നയിക്കുമ്പോൾ അലറുന്ന കടലിൽ അലയൽപ്പമില്ല. തൻ്റെ അസ്ഥികൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, മരണത്തെ മുഖാമുഖമായി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ ക്രിസ്തീയ പ്രത്യാശ അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അവൻ പാടുകയാണ്: അലറുന്ന ആഴിയിൽ അടിയില്ലാ തോണിയിൽ ചുക്കാൻ പിടിക്കുന്നവൻ അഖിലാണ്ടനാഥൻ, കടലിനെ നിർമ്മിച്ചവൻ തോണിയെ നയിക്കുമ്പോൾ അലറുന്ന കടലിൽ അലയൽപ്പമില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമായിട്ടുള്ള പ്രത്യാശ, ധൈര്യം നാം ഇവിടെ കേട്ട പാട്ടുകളിലൂടെ, ഇവിടെ കേട്ട മനോഹരമായ ലേഖനത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയാണ്. ഒരെഴുത്ത് ആരംഭിക്കുന്നത് 45-ാം സംഗീതത്തിൻ്റെ 1-ാം വാക്യമാണ്. നിന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുകോൽ. നാവാണ് ഒരു എഴുത്തുകോൽ. ആ എഴുത്തുകോലിലൂടെ പുറത്തു വരുന്ന കൃതി രാജാവിന് വേണ്ടിയുള്ള കൃതിയാണ്. ആ രാജാവ് സ്വർഗീയ രാജാവാണ്. ആ രാജാവിനെ പുകഴ്ത്തി നാം പാടുമ്പോൾ, നാം എഴുതുമ്പോൾ, നാം പ്രവർത്തിക്കുമ്പോൾ, നാം പുസ്തകങ്ങൾ രചിക്കുമ്പോൾ അത് ഏറ്റവും ധന്യമായി തീരാനായിട്ട് ഇടയാകും. ഈ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ മനോഹരമായ ഈ വേദിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെ മുക്തഗണം പ്രശംസിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. താങ്ക് യു. ക്രിസ്തീയ ദർശനം വാർത്താപത്രം കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പത്രമാണ് ഈ പത്രം. കേരളത്തിൽ ഇപ്പോൾ 5000 കോപ്പികൾ, 5000 വരിക്കാൻ ഉള്ള ബ്രദർ സമൂഹത്തിലെ ഏക പത്രമാണ് നമ്മുടെ പത്രം. എന്നാൽ വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രദറുകാരായിട്ടുള്ള 50% മാത്രമേ എനിക്ക് വരിക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മറ്റ് ഡിനോമിനേഷനിൽപ്പെട്ട ആളുകളാണ്. കേരളത്തിലെ 600 പബ്ലിക് ലൈബ്രറികളിൽ ഈ പത്രം ഇപ്പോൾ പോകുന്നുണ്ട്. ഈ പത്രത്തിൽ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളും സത്യങ്ങളും അടങ്ങുന്ന കാര്യങ്ങളാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പ്രസിദ്ധീകരണത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം പ്രസിദ്ധീകരണങ്ങളുടെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പത്രം, സാങ്ഷനോടെ പത്രം തുടർന്നു പോകാനായിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും പിൻബലവും ഇതിനാവശ്യമാണ്. നിങ്ങളത് ചെയ്യും എന്ന് ഞാൻ കർത്തനാമത്തിൽ ഓർക്കുന്നു. ഈ പത്രം വിദേശീയ ആളുകൾക്ക് ഈ പത്രം നൽകുന്നതിന് പലർക്കും ഭാഷയുടേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് പലരും ഈ പത്രം വായിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മൾ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് ഒരു വലിയ ശ്രമം ഈ ദിവസങ്ങളിൽ ഞാൻ നടത്താനായിട്ടിടയായി. ഇവിടെ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കി ഈ പത്രത്തിൻ്റെ ജൂണിലെ ലക്കത്തിൻ്റെ ഒരു പരിഭാഷ സൗത്ത് വെസ്റ്റ് കോൺഫറൻസിൻ്റെ ഒരു സപ്ലിമെൻ്റ് എന്നുള്ള നിലയിൽ ഇറക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ഇടയായി. ആ നിലയിൽ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് എഡീഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ദൈവം വെച്ചാൽ വരുന്ന എല്ലാ മാസങ്ങളിലും ഈ ഇംഗ്ലീഷ് എഡീഷൻ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പ്രസിദ്ധീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ടീം അതിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ഈ പത്രത്തിൽ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാനും നിങ്ങളുടെ പാട്ടുകൾ പ്രസിദ്ധീകരിക്കാനും നിങ്ങളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കണം. അത് മാത്രമല്ല, വാർത്തകൾ കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു റിലീസിങ്ങിന് വേണ്ടിയാണ്
ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രവാസി മലയാളിയുടെ ഒരു മുത്തപ്പൻ എന്ന് പറയാൻ കഴിയുന്ന ബഹുമാന്യനായ PT ഫിലിപ്പ് സാർ, ഞാൻ കുഞ്ഞുചാൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഡോക്ടർ മാത്യു വൈഡമൻ ഇതിൻ്റെ കോപ്പി നൽകി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള റിലീസ് നിർവഹിക്കാനായിട്ട് ഞാൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ബഹുമാന്യനായ സണ്ണി എഴുമറ്റൂർ, ഇതിൻ്റെ ട്രഷറർ, നിങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് കടന്നു വന്ന് ഈ കൃത്യം നിർവഹിച്ചു തരണം എന്ന ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു.